ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1 വായിക്കാം. അന്ന് ജനം കേൾക്കെ മോശെയുടെ പുസ്തകം വായിച്ചത്, അമ്മോന്യരും മോവാബിലും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ദൈവം ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ ദൈവസന്നിധിയിൽ വരരുതെന്ന് ദൈവം നിയന്ത്രണം വെച്ചു. അപ്പൊ നമുക്ക് തോന്നും, കർത്താവേ, അങ്ങനെ ഒരു ജനത്തെ മാറ്റി നിർത്തുന്നത് കാരണങ്ങളും കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് തളർന്നു പോകണ്ട. ദൈവം അങ്ങനെ ഒന്ന് കൽപ്പിച്ചുവെങ്കിൽ അതിന്റെ ന്യായാധിപനായ ദൈവത്തിന്റെ നീതി അതിന്റെ പുറകിലുണ്ട്. അവിടെ 2 ജാതിക്കാരെ കുറിച്ച് പറയുന്നു, അമ്മോന്യരെയും മോവാബ്യരെയും. ഇവർ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിനെ നടത്തിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അവർ ഭയപ്പെടാത്തവരാണ്. അവർ എതിർത്ത് നിൽക്കാൻ തുനിഞ്ഞവരാണ്. അവരെ ദൈവം കൈക്കൊള്ളുന്നില്ല. ഹല്ലേലൂയ. ആമേൻ എന്ന് പറയുന്നു. ചിലർക്ക് ദൈവമെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലെങ്കിലും ഒരു ഭയം കാണും. എന്ന് പറയും, ദൈവം നിന്നെ കണ്ടോളൂടാ, ദൈവം നിന്നെ നോക്കിക്കോളും, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി ശ്രമിക്കണം, വ്യവസ്ഥകളുടെ ദൈവമായിട്ട്. ഹല്ലേലൂയ. തോന്നിയതുപോലെ ഈ ക്രിസ്തുവിലായപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വാതിൽ തുറന്നിട്ടുണ്ട്. സകല മാനവ കുലത്തിനും വാതിൽ തുറന്നിട്ടുണ്ട്. എങ്കിലും ദൃഷ്ടാന്തമായി ചില വാക്കുകൾ പറയുന്നത് ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ജനത്തിന് അപ്പവും വീഞ്ഞും കൊണ്ടെതിരേൽക്കാതെ എതിരേൽക്കാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും ആ ശാപത്തേക്ക് അനുഗ്രഹമാക്കി തീർക്കും. എല്ലാവരും വാക്കെന്ന് പറഞ്ഞാട്ടെ, ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. ആമേൻ. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവനെ നോക്കി നീ നശിച്ചു പോകും, നീ നാശമാണ്, നീ ശാപമാണെന്ന് പറഞ്ഞാലും അത് അവന്റെ മേൽ ഏശാതെ പോകുന്നതിന്റെ കാരണം അവൻ ഇസ്രായേൽ ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ രക്തത്തെ ഒരിക്കൽ മാനിച്ചവനെ അവൻ വീണു പോകാതെ ഇരിപ്പാൻ ദൈവം മാക്സിമം അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അവനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും, അവന് വഴികളെ തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ യേശുവിന്റെ രക്തത്തെ മാനിച്ചവൻ വെറുതെ മാനിച്ചതല്ല, അവൻ തന്നെത്താൻ താഴ്ത്തി യേശുവേ നീ രക്ഷകനാണെന്ന് വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് പറയുന്നു, ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. എന്നൊക്കെ പറഞ്ഞാട്ടെ, ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. എങ്കിലും അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർന്നു. എങ്കിലും അവൻ ശാപങ്ങളെ, ഇപ്പൊ നമ്മളെ നോക്കിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ശപിക്കുന്നുണ്ടെങ്കിൽ അവരവരെ വഴിക്ക് അവിടെ ശപിച്ചു. നമ്മൾ അനുഗ്രഹമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തോ. കണ്ടോ, ന്യായപ്രമാണത്തിനകത്ത് പറയുന്നു അവർ സമ്മിശ്രമായി കിടന്നു. സമ്മിശ്രമായി എല്ലാത്തിനോടും കൂടെ നമുക്ക് വ്യവസ്ഥ ഇല്ല. അവരുടെ ഇടയിൽ നിന്ന് ചിലതിനെ അങ്ങ് വേർതിരിച്ചു അവർ തന്നെ. കണ്ടോ. ആമേൻ. നമുക്ക് എല്ലാവരോടും കൂട്ടുകൂടി തോളത്ത് കയറാൻ പറ്റും, എല്ലാവരോടും ഒരു കൂട്ടായ്മയിൽ പോയിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവമക്കളെ, ഇസ്രായേലിന് ദൈവം വെച്ച വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരം അല്ലാതെ നിങ്ങളിൽ കടന്നു കയറിയിരിക്കുന്നതൊക്കെയും നിങ്ങളുടെ നിത്യതയെ കവർന്നെടുക്കാതിരിപ്പാൻ സമ്മിശ്ര ജാതികളിൽ നിന്ന് വേർപെട്ടിരിപ്പൻ. ആമേൻ. ഒന്നാമത്തെ കൽപ്പന പോലെ, ഉപദേശം പോലെ സഭയോട് പറയുന്നു, എല്ലാവരും ക്രിസ്തുവിനുള്ളവരല്ല. പാപിയെ നിനക്ക് സ്നേഹിക്കാം, പക്ഷെ പാപത്തെ നീ സ്നേഹിക്കരുത്. നിന്റെ അടുക്കൽ പാപവുമായി വരുന്നതിനെ നീ സ്നേഹിക്കരുത്. മാറി നിൽക്കേണ്ടത് മാറി നിൽപ്പാൻ നീ ദൈവത്തിൽ അഭയം ചൊല്ലിക്കൊള്ളുവൻ. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ
ഹൃദയം ദൈവത്തിന്റെ പക്കൽ വിശ്രമിക്കട്ടെ. അപ്പൊ ഒന്നാമത് പറയാണ് അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്നു. രണ്ടാമത് പറയാണ് സമ്മിശ്ര ജാതിയായി നടക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പൊ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ കൂടെ നമ്മൾ പോയ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കേട്ട് എന്തായി തീരും? മനസ്സിലായി? ഇപ്പൊ മദ്യപിക്കുന്നവന്റെ കൂടെ നമ്മൾ നടന്ന കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകളെങ്കിലും പറയാൻ തുടങ്ങും. തെറി പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നാൽ നമ്മുടെ വായിൽ എന്ത് വരും? മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ കലർന്ന് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഏകത്വം ഇതിനകത്തില്ല. അങ്ങനെയൊന്നും ആരും കരുതും. നാനാത്വത്തിൽ ഏകത്വം ഒക്കെ ഉള്ളത് ഇന്ത്യയിലാണ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിലും നമുക്കൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ വേർതിരിക്കേണ്ടതിന് വേറെ ഹല്ലേലൂയ. അവന് 10 കിട്ടിയതായാലും കുഴപ്പമില്ല, അന്യന്റെ ഭാര്യ ആയാലും കുഴപ്പമില്ല, അന്യന്റെ മക്കൾ ഏത് ജാതി ആയാലും കുഴപ്പമില്ല, കാണാൻ കൊള്ളാവുന്നതൊക്കെ നമുക്കുള്ളതാണെന്ന് കരുതി ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ കുറെ ദിവസം എന്ത് ചെയ്യരുത്? പാപം. ഹല്ലേലൂയ. ചുമ്മാ കൊതിച്ച് എന്ത് ചെയ്യരുത്? ഇതൊക്കെ പഠിച്ച കള്ളികളും കള്ളന്മാരും അതിന്റെ പുറകെ പോയിട്ട് എന്ത് ചെയ്യരുത്? അറ്റ് ടൈം 5 ജീവിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ഇവിടെ അടുക്കൽ പോയിട്ട് നീ വാല് കൊണ്ടിട്ടില്ല. ആമേൻ. 1 ശാപത്തെ അനുഗ്രഹമാക്കി ചേർക്കുന്ന ദൈവം. 2 സമ്മിശ്ര ജാതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേറിട്ടിരിക്കണം. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? എല്ലാവരോടും കൂടെ പോയിട്ട് എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് വ്യവസ്ഥയില്ല. എല്ലാവരോടും കൂടെ ചെന്നിട്ട് എല്ലാവരോടും അവരെ പോലെ തന്നെ നമ്മൾ ആയിരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. ചിലർ എല്ലാ ദൈവവും അങ്ങനെ വ്യവസ്ഥയില്ല. നമ്മുടെ ദൈവമോ ആത്മാവായ ദൈവം, യാഹ്വേ എന്ന ആത്മാവായ ദൈവം. ഹല്ലേലൂയ. അടുത്ത വാക്യം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എലിയാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഒരുക്കി കൊടുത്തു. തോബിയാവിന്റെ ബന്ധു, തോബിയാവാരെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊരു പുരോഹിതനാണ്. ഒരു വലിയ അറ യെരൂശലേം ദേവാലയത്തിനകത്ത് ഒരുക്കി കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ മിശ്രത ഈ ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിനെ വേർതിരിക്കാൻ വേണ്ടി ആ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് കർത്താവിന്റെ ദാസൻ കൈമാറും. ഹല്ലേലൂയ. ഒരു വലിയ അറ ഒരുക്കി കൊടുത്തു. വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. അടുത്ത സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള വൃക്ഷാർപ്പണങ്ങളും വച്ചിരുന്നു. നമുക്ക് നാളെ എടുക്കാം ഇതിന്റെ ഡീറ്റെയിൽസ്. ഈ അറയിൽ മുമ്പ് ദൈവം ആലയം പണിയുമ്പോൾ അതിനകത്ത് ദൈവം വ്യവസ്ഥ പ്രകാരം ചെറുത് വെച്ചിരുന്നു. ആമേൻ. അവിടെ ഇരിക്കേണ്ടത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ അറയ്ക്കകത്ത് മറ്റൊരുത്തൻ കയറിയിരിക്കുക. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം അല്ലാതെ ചിലത് വസിക്കരുത്. അല്ലെങ്കിൽ അത് പുരോഹിതനാകട്ടെ, പട്ടക്കാരനാകട്ടെ, വേണ്ടാത്ത ബന്ധങ്ങളാകട്ടെ, ദൈവത്തിന്റെ ആലയത്തിനകത്ത് നിന്റെ അറകൾക്കകത്ത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ളതാണ് ഇരിക്കേണ്ടത്. ആ വ്യവസ്ഥ പ്രകാരമുള്ളതാണ് ഇവിടെ വായിച്ചത്. അടുത്ത് വായിച്ചാൽ ശ്രദ്ധിച്ചോണം. നെഹമ്യാവ് പറയുക, ഞാനവിടെ നിയോഗം കിട്ടിയവൻ, അവന്റെ വീക്ഷണവും കാഴ്ചയൊക്കെ വേറെയാണ്. നിയോഗമില്ലാത്തവർ വിചാരിക്കും എല്ലാം ഒരുപോലെയാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആൾക്കൂട്ടം കണ്ടിട്ട് തോന്നും അവരുടെ ഇടയിൽ ദൈവമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് തോന്നും അവിടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ ആത്മാവിൽ നടക്കുന്ന മനുഷ്യൻ, ആത്മാവിന്റെ വ്യവസ്ഥ പ്രകാരം നടക്കുന്ന നെഹമ്യാവ് പറയുകയാണ്, ഈ അറകൾക്കകത്ത്, ഈ വലിയ അറയ്ക്കകത്ത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് ഇരിക്കാതെ അതിനകത്ത് ചിലരെ അനുവദിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം. ആമേൻ. എന്നാൽ ഞാൻ അവിടെ ഇല്ലായിരുന്നു. കണ്ടോ? ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരിക്കായിരുന്നു. അടുത്ത് വായിച്ചാണ്. ആ ദേവദാസന്റെ ചില ക്വാളിറ്റികളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അല്പകാലം അനുവാദം ചോദിച്ചു വന്നിട്ട് തിരിച്ചവിടെ വീണ്ടും തീരും. അവിടെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. എങ്കിലും തന്റെ വാക്കിനെ പാലിച്ചു. മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ
മടങ്ങിച്ചെന്ന് രാജാവിനെ കണ്ട് രാജാവിനോട് കുറച്ചു കാലം താമസിച്ചിട്ട് വീണ്ടും മതിലുകളെ പണിത അതേ നെഹമ്യാവ് ഏൽപ്പിച്ച നിയോഗത്തിന്റെ പൂർത്തീകരണത്തിനായി വീണ്ടും മടങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില നിയോഗങ്ങൾ ഇന്നുകൊണ്ട് തീരുന്നതല്ല, ആയുസ്സിലൊക്കെയും നാം അത് ഓർത്തുകൊള്ളണം. നമ്മളുടെ കാഴ്ച സാമാന്യ ജനത്തിനൊത്ത ഒരു കാഴ്ചയാകരുത്. രക്ഷിക്കപ്പെട്ടവന്റെ കാഴ്ച ആത്മാവ് തരുന്നൊരു കാഴ്ച പ്രകാരം അത് ഉണർന്നുകൊള്ളണം. ദൈവത്തിന്റെ വചനം പ്ലെയിനായിട്ട് വായിച്ച് പ്ലെയിനായിട്ട് തന്നെ വിശ്വസിക്കുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ വചനം ആത്മാവിൽ വായിക്കണം. ആത്മാവ് എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കണം. കണ്ടോ, അവിടെ നെഹമ്യാവിനേക്കാൾ കഴിവുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും അകത്ത് വിഷൻ ഉള്ളത് നെഹമ്യാവ്. ഹല്ലേലൂയ. ഒരു പാവം അവിടെ താമസിക്കുന്നതിന് എന്നാ കുഴപ്പം? വേറെ പാർപ്പിടമില്ലാഞ്ഞിട്ടല്ലേ? ഇത് വളരെ ആഴമുണ്ട്. ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്ത്, ആത്മിക ജീവിതത്തിനകത്ത് എല്ലാവർക്കും കയറി പണിയാൻ അനുവാദം കൊടുക്കരുത്. ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കല്ലാതെ, ആത്മാവിനല്ലാതെ നമ്മെ പണിയുവാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം. അടുത്ത വായിച്ചാണ്. ഇന്ന് നേരെ വായിക്കച്ചു. ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അത് എനിക്ക് അത്യന്തം വ്യസനമാവുകൊണ്ട് പ്രാകാരത്തിൽ തന്നെ ആരെ പിടിച്ചിരുത്തി? തോബിയാവ് ആരും എല്യാഹീം പുരോഹിതനെ ഒരു അറ ഒരുക്കി കൊടുത്തു. ഇവിടെ ഇരിക്കേണ്ടത് എന്തായിരുന്നു? ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ടുന്ന ചില സാധനങ്ങൾ ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് തോബിയാവിന്റെ ഹൃദയപ്രകാരം ഒരു പുരോഹിതനെ അവിടെ കൊണ്ട് അറക്കകത്താക്കി. നെഹമ്യാവിന് ഇത് കണ്ടപ്പോ അതിനകത്തുള്ള പാപം മനസ്സിലായി. എന്നാൽ അതുവരെ ഇരുന്ന മറ്റാർക്കും മനസ്സിലായില്ല. ഹല്ലേലൂയ. തോബിയാവക്ക് നേരത്തെ യുദ്ധം ചെയ്യാൻ വന്നെന്തിനെന്ന് മനസ്സിലായോ? ഇങ്ങനെ ചില സംഭവങ്ങൾ ആലയത്തിനകത്ത് വെച്ചുകൊണ്ട്, ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടുള്ള മൂവ്മെന്റുകൾ തടയപ്പെടും. നെഹമ്യാവ് വന്നാൽ, വിഷൻ ഉള്ളവൻ വന്നാൽ, ആത്മാവുള്ളവൻ വന്നാൽ, അതാണ് ആത്മാക്കളുടെ വിവേചനം പ്രാപിപ്പിൻ. ആലയത്തിനകത്ത് എന്തിരിക്കണമെന്ന് നാം അറിവിൻ, ആത്മാവിൽ അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാകാരങ്ങളിൽ, അകത്തെ പ്രാകാരമല്ല, പ്രാകാരത്തിൽ വെച്ച് തന്നെ ഈ പ്രവൃത്തിയെ കണ്ടിട്ട് നെഹമ്യാവിന് സങ്കടമായി. കേട്ടോ, നമുക്ക് തോന്നുവോ ചെറിയൊരു 2-3 കുന്തിരിക്കാൻ വെക്കേണ്ടുന്ന സ്ഥലത്ത് ഒരു പാപം കിടന്നെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ, പാപം. പക്ഷെ അത് പാപമായി കണക്കിട്ടു. മനസ്സിലാകുന്നുണ്ടോ? അത് ആമേ. അത് വിഷൻ ഉള്ളവൻ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൽ ഇതുപോലെ പറയുന്നു, എല്ലാവരും ദൈവമക്കളാണെന്ന് നാം കരുതരുത്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കണമെന്ന് കാഴ്ച തന്നുവെങ്കിൽ നീക്കുപോക്കില്ലാതെ അതിനനുസരിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അവിടെ നമ്മള് ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം വായിക്കുമ്പോ കണ്ടോ, നെബൂഖദ്നേസർ രാജാവ് ആലയത്തിൽ നിന്ന് കവർന്നു കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളെ കൊണ്ട് അവിടെ വെച്ചു, തന്റെ ഭണ്ഡാരത്തിൽ വെച്ചു. കൈമാറ്റം ചെയ്ത് തന്റെ മകന്റെ മരണത്തിന് കാരണമായത് അതാണ്. ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ദൈവത്തിന്റെ ആരാധനയ്ക്ക് കൊടുക്കേണ്ടുന്ന ഹൃദയത്തിനകത്ത് എല്യാഹീം പുരോഹിതന്മാർ കയറിയിരിക്കരുത്. ഹല്ലേലൂയ. തോബിയാവുമാരുടെ കൽപ്പനകൾക്ക് ഇതിനകത്ത് പ്രവേശിപ്പാൻ ഇടം കൊടുക്കരുത്. ആമേൻ. വിഷൻ ഉള്ളവൻ അത് മനസ്സിലായി. അതുകൊണ്ടാ പറഞ്ഞ്, ഇന്ന് ഉപവാസത്തിന്റെ 2-ാം ദിവസം കർത്താവ് അയച്ചിട്ട് വന്ന ദിവസം നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സഭയോട് സംസാരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നുവെങ്കിൽ, അത് വചനങ്ങൾ കൂടി ഇടപെടുന്നുണ്ടെങ്കിൽ അതനുസരിപ്പാനും അതിനോട് ചേർന്ന് നിൽപ്പാനും നാം ഉണരണം. ഹല്ലേലൂയ. കുറവുകളെ കാണിച്ചു തന്നാൽ, തെറ്റുകളെ കാണിച്ചു തന്നാൽ നാം അത് മറച്ചു വെക്കുകയല്ല വേണ്ട. അപ്പാ, നീ എന്നെ കണ്ടുവല്ലോ. ഹല്ലേലൂയ. അതോ ഇത്രയും കാലം മതില് പണിഞ്ഞിട്ട് അകത്തിരിക്കേണ്ടുന്നവനിരിക്കുകയാണ്. മതില് പണിതു, അവിടെ എല്ലാം നടത്തി, പ്രതിഷ്ഠ നടത്തി, ഇതെല്ലാം ചെയ്യുമ്പോഴും ആലയത്തിന്റെ അകത്ത് മറ്റൊന്നിരിക്കുന്നു, പ്രാകാരത്തിനകത്ത് മറ്റൊന്നിരിക്കുന്നു. ലേവ്യൻ ഇരിക്കേണ്ടടുത്ത് എല്യാഹീം വേറൊരുത്തൻ കയറിയിരിക്കുന്നു. ആമേൻ. കുന്തിരിക്കാൻ ഇരിക്കേണ്ടുന്നിടത്ത്, ദൈവത്തിനെ അർപ്പിക്കേണ്ടുന്ന സാധനങ്ങൾ വെക്കേണ്ടുന്ന അറ കള്ളൻ കവർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിത് കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. മനസ്സിലാകുന്നു? അടുത്ത്
അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനങ്ങളൊക്കെ അറയിൽ നിന്നും കണ്ടോ, എലിയാഹിന്റെ പേരും പറഞ്ഞ് വെച്ചത് തോബിയാവാണ്. ഇപ്പൊ പുരോഹിതനാകുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചിരുന്ന ആരാ? എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും നേരത്തെ തിളച്ചത്? സാധനം പുറത്തു പോകും. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോ, ദൈവവചനത്തിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുമ്പോ, വേണ്ട എന്ന് പറഞ്ഞാലും പാപസംബന്ധമായി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടന്ന് നമ്മളെ ബന്ധിപ്പിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് പുറത്തുപോയേ മതിയാകും. ഹല്ലേലൂയ. അകത്ത് സാത്താൻ കടക്കണമെങ്കിൽ അവനുള്ളത് എന്തെങ്കിലും അകത്തിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് സാത്താനെ അല്ല പുറത്താക്കേണ്ടത്, സാത്താന് പ്രവേശിപ്പാൻ വച്ചിരുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ തന്നെ പുറത്തു കളയും. തോബിയാവിന് കൂടെ കൂടെ കീറി വരാനുള്ള സാധനങ്ങൾ അകത്തിരുന്നത് കൊണ്ട് ഇവിടെ വചനം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, തോബിയാവിന്റെ വീട്ടു സാമാനങ്ങൾ അറയിൽ നിന്ന് പുറത്തെടുത്ത് എറിഞ്ഞു കളഞ്ഞു. ആ പദം എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എറിഞ്ഞു കളഞ്ഞു. അയ്യോ തോബിയാവേ, നീ വന്ന് എടുത്തോണ്ട് പോവോ അത് ഞാൻ എടുത്ത് കൊണ്ടു തരണോ? നമ്മൾ അങ്ങനെ പറയുള്ളൂ. ആരുടെയും സാധനങ്ങൾ കളയേണ്ടത്. ഇവിടെ വചനം പറഞ്ഞ് എറിയേണ്ടതിനെ എറിയണം. അകത്ത് കിടക്കുന്നത് ചിലതിനെ എടുത്ത്, അയ്യോ പാവല്ല ഇവിടെ ഇരുന്നു കേട്ടോ, ഞാൻ ഇനിയിപ്പോ ഇത് പ്രവർത്തിച്ചു ആദ്യം പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോ എടുത്തോണ്ട് പോയിക്കൊള്ളാം. ഹല്ലേലൂയ. ഉപസിക്കുമ്പോ മാത്രം വരുന്ന മാനസാന്തരമല്ല, മാനസാന്തരത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് എറിഞ്ഞു കളഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ചെയ്തില്ല. ഇവിടെ താക്കോലിട്ട് വെള്ളത്തിൽ എറിഞ്ഞു നോക്കി. ഹല്ലേലൂയ. 2 പവൻ സ്വർണ്ണം എടുത്ത് കടലിട്ടു. ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു 1 പവൻ ചാടി ഇറങ്ങിയെടുക്കാൻ പറ്റും? ഇത് എറിഞ്ഞു കളയണം. എന്ത് ചെയ്യണം? എന്തിനെറിഞ്ഞു കളയണം? അങ്ങനെ തന്നെ വെച്ചോ തോബിയാവിന്റെ വീട്ടു സാമാനം. ഹല്ലേലൂയ. ദുഷ്ടൻ ഒരുക്കിയ വീട്ടു സാമാനങ്ങൾ അകത്തിരിപ്പുണ്ട്. ആത്മാവ് ഇടപെടുകയാണ്. അത് ചുമന്നുകൊണ്ടാണ് നടപ്പ്. ഹല്ലേലൂയ. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ, എറിയണോ എറിയണ്ട, എറിയണോ എറിയണ്ട, എത്ര കാലം നീ എന്റെ കൂടെ ഇരുന്നതാ, എറിയണോ എറിയണ്ട. അത് വിഷനുള്ള ഒരു കാര്യം മനസ്സിലായി. അക്കരെ കിടക്കണമെങ്കിൽ ഇത് എറിഞ്ഞേ പറ്റും. ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ ഇത് അറിയണം. ഹല്ലേലൂയ. അത് നെഹമ്യാവിന് മനസ്സിലായി, കൂടെയുള്ള ഒരുത്തനും മനസ്സിലായില്ല. അവർ കുന്തം പിടിച്ചുകൊണ്ട് മതിൽ പണിയാൻ നിന്നവരാ, പക്ഷെ മനസ്സിലായില്ല. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പുതു നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത വിഷനെ തിരിച്ചറിയണം. നിത്യതയെ കുറഞ്ഞൊന്നും നമ്മൾ കാക്ഷിക്കരുത്. ഹല്ലേലൂയ. അവന്റെ ആലയം വിശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. ആമേൻ. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുന്നു. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് മറിഞ്ഞിരിക്കുന്നത് എന്തിനെന്നറിയോ? നീ എന്നെ അന്വേഷിച്ചു വന്ന് കണ്ടെത്തണം. ഹല്ലേലൂയ. കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്കുള്ള. മോശ എന്തെന്നറിയാൻ അങ്ങോട്ട് ചെന്ന് ദൈവമാണെന്ന് അറിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? പരിഭ്രമിച്ചു. കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് പറഞ്ഞു? സംഭാഷണം തുടങ്ങിയപ്പോൾ ആള് മാറി. എന്നെ അയക്കാൻ ഞാൻ യോഗ്യനാണ്. നിനക്കതിന് അവിടെ സ്വയം എഴുന്നേൽക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ചിലർ കൊതിയോട് അന്വേഷിച്ച് ചെല്ലുമ്പോ തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന ദൈവം. അടുത്ത വായിച്ചാൽ കണ്ടോ, എറിഞ്ഞു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? അങ്ങ് ശുദ്ധീകരിച്ചു. ഇത് അകത്ത് വെച്ചിട്ട് നമ്മൾ എറിഞ്ഞോ? എറിഞ്ഞു. കളഞ്ഞോ? കളഞ്ഞു. ഇനി ഞാൻ ഇത് ഞായറാഴ്ച മാത്രം, നാളെ കർത്തവ്യശൂടെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ടൊരു എറിയിലൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയാലും ഇവിടെ ഉണ്ടായിരുന്നു വഴിക്ക് നോക്കരുത്. ഞായറാഴ്ച മാത്രം വരുന്ന വിശുദ്ധിയെ കുറിച്ചല്ല ഈ പറഞ്ഞു. നാളുകളായി, വർഷങ്ങളായി അറകൾക്കകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നാളെ വെളിപ്പെടുത്തി തരാം. ഇരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തി തരാം. ആമേൻ. ഇങ്ങനെ വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ കർത്താവിദാസൻ കൂടി ഇത് പറയുമായിരിക്കും. അകത്ത് വച്ചിരിക്കുന്നതിനെ ഇവിടെ പറയുന്നു എടുത്ത് എറിഞ്ഞ് കളയണം. എറിഞ്ഞ് കളയുമ്പോൾ അവിടെ ഒരു കാര്യം കണ്ടോ? തോബിയാവ് എറിഞ്ഞോ? എലിയാഹി എറിഞ്ഞോ? വേറെ ആരെങ്കിലും എറിഞ്ഞോ? വേറെ ആരെങ്കിലും സഹായിക്കാൻ വന്നോ? ഇല്ല. നെഹമ്യാവിന്റെ കൽപ്പനയാണ്. ആമേൻ. ദൈവം ഏൽപ്പിച്ച ദാസന്റെ കൽപ്പനയാണ്, ശുശ്രൂഷകന്റെ കൽപ്പനയാണ്. അതിനെ എടുത്ത് ചില അധികാരങ്ങൾ ശുശ്രൂഷകരുടെ മേൽ ദൈവം വെച്ചു. ഹല്ലേലൂയ. അടുത്ത വാക്യം. കണ്ടോ, വീണ്ടും എന്ത് ചെയ്തു?
വരേണ്ടത് വന്നു. ഇന്നത്തെ ഈ ഉപവാസത്തിന്റെ 2-ാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഇത് നെഹമ്യാവ് മുഴുവനും പഠിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ട്. എന്നെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ ഉപവാസത്തിൽ നമുക്കൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാകട്ടെ. ഭയങ്കരമാണ്. വീണ്ടും വീണ്ടും എറിഞ്ഞു കളയണം എന്നൊക്കെ കർത്താവ് പറയണമെങ്കിൽ, നമ്മളോട് ഉപദേശിക്കണമെങ്കിൽ, ഈ അറകൾക്കകത്ത് തോബിയാവിൻ്റെതായ എന്തെങ്കിലുമൊക്കെ കാണും. ആരും മിണ്ടുന്നില്ല, മനസ്സിലായി? ആമേൻ. വേറെത്തുണ്ടായിരുന്നല്ലോ തോബിയാവും സൻബല്ലത്തും. അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ട്. ഇന്ന് അവനവൻ തന്നെ ഇതിനെ കണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കട്ടെ. ആ വാക്യം എന്ന് പറഞ്ഞാട്ടെ, അറകളെ ശുദ്ധീകരിച്ചു. നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ എടുക്കുക. 1, ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തതയും. അടുത്തെന്താണ്? സമ്മിശ്ര ജാതിയിൽ നിന്ന് അതിനെ വേർതിരിച്ചു. ശുദ്ധീകരണത്തിന്റെ ഭാഗങ്ങളാണ് ഈ പറയുന്നത്. 1, വിശ്വസിക്കണം, നീ ശാപമല്ല, അനുഗ്രഹമാണ്. ആമേൻ. ഇനി ആരും ഒന്ന് അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു തന്നെ അനുഗ്രഹമാണ്. യേശുവിന്റെ രക്തം ആരുടെ മേൽ തളിക്കപ്പെട്ടു, അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. അവന്റെ മേൽ, അബ്രഹാമിന്റെ മേൽ വീണ അതേ അനുഗ്രഹം വീണിരിക്കുന്നു. ആ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീ ശാപമല്ല. 2ാമത് പറയുന്നു, ശാപമല്ലാത്ത നീ ശാപമായതിനെ എന്ത് ചെയ്യരുത്, കൂട്ടിക്കൊണ്ട് നടക്കരുത്. അടുത്താണ് പറഞ്ഞേ, ചിലർ അകത്ത് കയറി ആരാധിക്കേണ്ടുന്ന സ്ഥലത്ത്, ആരാധന നടക്കേണ്ടുന്ന സ്ഥലത്ത് കയറി അവകാശം പറയുന്നു, പാർക്കും, വീട്ടു സാമാനങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. ഈ ബോക്സ് കൂടെ എവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വച്ചേക്കുക. ആമേൻ. ദൈവം ഇന്ന് സഭയോട് പറയുന്നു, ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുക്കത്തോടെ അടുത്ത ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് ആത്മാവ് നമ്മളോട് ഇടപെടാനായി പുതിയോടെ ഒരുക്കത്തോടെ കാത്തിരുന്ന് നമ്മുടെ മേൽ ദൈവം ശക്തിയോടെ ഇടപെടേണ്ടതിന്, ശക്തിയേറിയ പ്രവചന ദൂതുകൾ കേൾക്കേണ്ടതിന്, ആമേൻ, ആത്മാവിന്റെ പുതുക്കത്തോടെ ഈ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറയേണ്ടതിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരുമിച്ചാട്ടെ. അബ്ബാ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ വിശുദ്ധീകരിക്കപ്പെടുമാറാകണം. അങ്ങല്ലാതെ ഞങ്ങളുടെ ഉള്ളത്തിൽ വാഴുന്ന പല എറിഞ്ഞു കളയേണ്ടുന്ന സ്വഭാവങ്ങളല്ല, പലതുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അന്യായ ബന്ധനങ്ങൾ, അതിൽ നിന്നൊക്കെയും പുറത്തു വരേണ്ടതിന് അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയെ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും ഭവിക്കാതെ നിത്യതയിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവേ, അങ്ങയുടെ നാമത്തെ വേദനിപ്പിക്കുന്ന യാതൊന്നും ചെയ്യാതിരിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. തിരുവെഴുത്തുകൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണമേ അപ്പ. ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, ആത്മാവിനെ കീഴടങ്ങുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരമത്തിൽ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ.